എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വാതന്ത്ര്യദിനാശംസകൾ. എല്ലാ വിഭവങ്ങളും ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാതെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുമ്പോഴുള്ള ബ്രൈറ്റ് കളറായിരിക്കില്ല നമ്മളുണ്ടാക്കുന്ന ഡിഷുകൾക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് 3 കളറിലുള്ള ചട്നികൾ തയ്യാറാക്കാം. ശരവണ ഭവൻ ഹോട്ടലിലെ ടേസ്റ്റിൽ ടൊമാറ്റോ ചട്നിയാണ് ആദ്യമായി തയ്യാറാക്കുന്നത്. നല്ല രുചികരമായ ഈ ചട്നി തയ്യാറാക്കുന്നതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ചൂടാകുമ്പോൾ 4 വെളുത്തുള്ളിയും 4 വറ്റൽമുളകും 1 സവാള മുറിച്ചതും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് വഴറ്റുക. സവാള വാടി കണ്ണാടി നിറമാകുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 തക്കാളി അരിഞ്ഞതും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് സിമ്മിൽ 5 മിനിറ്റ് വേവിക്കുക. അടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്നിളക്കി കൊടുക്കണം. തക്കാളി വെന്ത് കുഴഞ്ഞു വരണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വഴറ്റിയ മസാല നല്ലപോലെ തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ ആറിയ ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് നൈസായി അരയ്ക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി അരച്ച ചട്നി താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ജീരകവും ചേർക്കുക. കടുകും ജീരകവും പൊട്ടിക്കഴിഞ്ഞാൽ 1 വറ്റൽമുളക് 2ആയി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും 3 വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് വഴറ്റുക. വെളുത്തുള്ളി മൂത്ത് നല്ല മണം വരുമ്പോൾ 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി അരച്ചു വെച്ച ചട്നി ഒഴിക്കുക. അരക്കപ്പ് വെള്ളം അരച്ച മിക്സി ജാറിലേക്ക് ഒഴിച്ച് അലസി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്നി 3 മിനിറ്റ് തിളപ്പിക്കുക. ചട്നി തിളച്ച് പച്ചച്ചുവ മാറി കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇത് ഒരു സെർവിങ് പാത്രത്തിലേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റുള്ള ശരവണ ഭവൻ ടൊമാറ്റോ ചട്നി റെഡി. ഇത് ഇഡ്ഡലി, പലതരം ദോശകൾ എന്നിവയ്ക്കെല്ലാം നല്ലൊരു സൈഡ് ഡിഷാണ്. നമ്മൾ ഉണ്ടാക്കിയ ടൊമാറ്റോ ചട്നി തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ചട്നി കാഴ്ചയിൽ തേങ്ങാ ചട്നിയാണെന്ന് തോന്നുമെങ്കിലും തേങ്ങ ചേർക്കാതെ രുചികരമായാണ് ഈ ചട്നിയും തയ്യാറാക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എണ്ണ ചേർക്കുക. എണ്ണയിലേക്ക് 1 പച്ചമുളക് 2ആയി മുറിച്ചതും 1 സവാള മുറിച്ചതും 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റുക. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം. സവാള ബ്രൗണൊന്നും ആവേണ്ടതില്ല. കളർ മാറി കണ്ണാടി നിറമായാൽ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്ത ശേഷം ഇവ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊരികടല ഇടുക. കൂടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് ചേർത്താൽ മതി. 1/2 സ്പൂൺ കല്ലുപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് അരയ്ക്കുക. പുളിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ ഒരു പീസ് പുളി ചേർത്ത് അരയ്ക്കാം. ഞാനിവിടെ പുളി ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചത് ചേർക്കുക. ഈ ചട്നി തേങ്ങാ ചട്നിയേക്കാൾ സ്വാദുള്ളതാണ്. തേങ്ങ ചേർക്കാത്ത ഈ ചട്നി ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഈ ചട്നിയെ നിങ്ങൾ ഉണ്ടാക്കൂ. ഇനി മൂന്നാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചട്നിയാണ്. ഈ ചട്നിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. ഈ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നതിന് ഒരു മിക്സി ജാറിൽ 1 പിടി മല്ലിയിലയും 1/2 പിടി പുതിനയിലയും 2 പച്ചമുളക് 2ആയി മുറിച്ചതും 1 ചെറിയ തുണ്ട് ഇഞ്ചി അരിഞ്ഞതും 1 വെളുത്തുള്ളിയും 1/2 സ്പൂൺ പഞ്ചസാരയും 1/2 സ്പൂൺ ഉപ്പും ചേർക്കുക. അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് നന്നായി അരച്ചെടുക്കുക. അരച്ച ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം. ഗ്രീൻ ചട്നി പല രീതിയിൽ തയ്യാറാക്കാം. അതിൽ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. നമ്മളിന്നുണ്ടാക്കിയ 3 ചട്നികളും പോഷകഗുണത്തിൻ്റെ കാര്യത്തിലും സ്വാദിലും മുൻപന്തിയിൽ തന്നെയാണ്. ഒന്ന് പീതവർണ്ണത്തിലും അടുത്തത് വൈറ്റ് കളറും
മൂന്നാമത്തേത് ഗ്രീൻ കളറിലുമാണ് തയ്യാറാക്കിയത്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വിഭവങ്ങളായതുകൊണ്ടാണ് ഈ രീതിയിൽ ചട്നി തയ്യാറാക്കിയത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? സൈഡ് ഡിഷായി 3 തരം ചട്നി ഉണ്ടാക്കി. ഇനി നമ്മൾക്ക് 3 വർണ്ണത്തിലുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. ഗ്രീൻ കളറിലുള്ള ഇഡ്ഡലിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പാലക് ചീരയാണ്. പോഷകഗുണം ഏറെയുള്ള പാലക് ചീര ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം വെച്ച് തിളപ്പിക്കുക. നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് പാലക് ചീരയിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ പ്രോസസ്സിന് ബ്ലാഞ്ച് ചെയ്യുക എന്നാണ് പറയുക. 1 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് പാലക് ചീര എടുത്തു വയ്ക്കുക. ആറിയ ശേഷം മിക്സി ജാറിലിട്ട് അരയ്ക്കുക. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലാക്കാം. പീതവർണ്ണത്തിന് നമ്മൾ എടുക്കുന്നത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റ് ചീവിയെടുക്കുക. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മിക്സിയിലിട്ട് അരയ്ക്കുക. ക്യാരറ്റിന് പകരം ബാംഗ്ലൂർ തക്കാളി അരച്ചും ഇതുണ്ടാക്കാം. ഇഡ്ഡലിക്ക് ആവശ്യമായ 2 തരം ജ്യൂസും തയ്യാറായി. ഇനി നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഇഡ്ഡലി മാവ് തലേന്ന് അരച്ചത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. മാവ് 3 പാത്രത്തിലേക്ക് കുറേശ്ശെ എടുത്തു വയ്ക്കുക. ഒരു പാത്രത്തിലെ ഇഡ്ഡലി മാവിൽ ക്യാരറ്റ് അരച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക. ക്യാരറ്റ് അരച്ചത് അരിക്കാതെയാണ് നമ്മൾ ചേർക്കുന്നത്. രണ്ടാമത്തേത് വെള്ള കളറിൽ തന്നെ ഇരിക്കട്ടെ. മൂന്നാമത്തെ ഇഡ്ഡലി മാവിൽ പാലക് ചീര അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇഡ്ഡലി മാവിൽ പാലക് ചീര കൂടുതൽ വെള്ളമൊഴിച്ച് അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഇഡ്ഡലി മാവ് ലൂസായി പോവും. അതുകൊണ്ട് ക്യാരറ്റും പാലക് ചീരയും വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക. ഇഡ്ഡലി മാവിൽ ക്യാരറ്റ് അരച്ച് ചേർക്കുന്നതിന് പകരം തക്കാളി അരച്ചും ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി തട്ടിൽ 3 തരം കളറുള്ള ഇഡ്ഡലി മാവും ഇങ്ങനെ ഒഴിക്കുക. ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി മനോഹരമായിരിക്കും. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് 10 മിനിറ്റ് ആവി കയറ്റുക. അടുത്ത ഇഡ്ഡലി വേറൊരു രീതിയിൽ തയ്യാറാക്കാം. എണ്ണ പുരട്ടിയ ഇഡ്ഡലി തട്ടിൽ ആദ്യം കുറച്ച് മല്ലിയില, പിന്നെ തേങ്ങ നടുക്ക് വെച്ച് അടുത്തത് ക്യാരറ്റ് ചീവിയതും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി മുകളിൽ സാധാരണ പോലെ ഇഡ്ഡലി മാവ് ഒഴിക്കുക. അടുത്ത ടൈപ്പ് ഇഡ്ഡലി തട്ടിൽ ഒരു കളർ മാത്രം ഒഴിക്കുക. ഗ്രീൻ കളറിലുള്ള ഇഡ്ഡലി, സാധാ വെള്ള കളറിലുള്ള ഇഡ്ഡലി, പിന്നെ ക്യാരറ്റ് ചേർത്ത പീതവർണ്ണത്തിലുള്ള ഇഡ്ഡലി. നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇനി ഇതും ആവിയിൽ 10 മിനിറ്റ് വേവിക്കുക. നല്ലപോലെ വേവിച്ച ഇഡ്ഡലികൾ സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. 3 വർണ്ണത്തിലുള്ള പോഷകഗുണങ്ങൾ ഏറെയുള്ള ഈ 3 തരം ഇഡ്ഡലിയും സ്വാദിൽ ഒന്നിനൊന്ന് മികച്ചതു തന്നെയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ വളരെയധികം രാജ്യസ്നേഹത്തോടുകൂടി ഈ വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സൈഡ് ഡിഷായി 3 വർണ്ണത്തിലുള്ള രുചികരമായ ചട്നി കൂടി വയ്ക്കുന്നുണ്ട്. കാണാനും കഴിക്കാനും ഒരുപോലെ രുചികരമായ ഈ വിഭവങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇനി അടുത്തതായി നമ്മൾക്ക് ഇഡ്ഡലിക്കെടുത്ത 3 തരം മാവിൽ നിന്നും നമ്മൾക്ക് ദോശ തയ്യാറാക്കാം. ആദ്യം ഉണ്ടാക്കുന്ന ദോശ ഈ വിധമാണ്. ചൂടായ ദോശക്കല്ലിലേക്ക് നടുക്ക് പച്ച കളർ മാവ് ഒഴിക്കുക. അതിനു ചുറ്റും വെള്ള കളറിലുള്ള സാദാ മാവ് ഒഴിക്കുക. പിന്നെ അടുത്ത ലെയറായി പീതവർണ്ണത്തിലുള്ള മാവ് ഒഴിച്ച് സാധാരണ ദോശ ചുടുന്നത് പോലെ എണ്ണയൊഴിച്ച് മൂടി വെച്ച് ദോശ ചുടുക. 3 വർണ്ണത്തിലുള്ള മനോഹരമായ ദോശ റെഡി. അടുത്തതായി സാധാരണ മാവ് കൊണ്ട് സ്ക്വയർ ഷേപ്പിൽ ദോശ പരത്തുക. മുകളിൽ ഒരറ്റത്ത് മല്ലിയില അരിഞ്ഞത് നിരത്തുക. നടുക്ക് തേങ്ങ ചിരവിയത് വയ്ക്കുക. ഏറ്റവും മുകളിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി വെച്ചു കൊടുക്കാം. ഇതും മൂടി വെച്ച് വേവിക്കുക. കാണാൻ വളരെ മനോഹരമായ ദോശ നിങ്ങൾക്കിഷ്ടമായില്ലേ? അടുത്തതായി ഓരോ ദോശയും ഓരോ കളറിൽ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാം. ആദ്യം പച്ച കളർ ദോശ, രണ്ടാമതായി സാദാ വെള്ള ദോശ, മൂന്നാമതായി ക്യാരറ്റ് കലർന്ന ദോശ. ഇനി ഇവ 3ഉം ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അടുത്തതായി നമ്മൾക്ക് പച്ചക്കറികൾ കൊണ്ട് ഇങ്ങനെ ഫ്ലാഗ് ഷേപ്പ് ഉണ്ടാക്കാം. പ്ലേറ്റിൽ ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, നടുക്ക് തേങ്ങ ചെരുവിയത്, മല്ലിയില അരിഞ്ഞത് എന്നിവ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. നടുക്ക് ഒരു നാരങ്ങ മുറിച്ചത് കൂടി വെക്കാം. അടുത്തതായി നമ്മൾക്ക് 3 കളറിലായി ചപ്പാത്തിയും പൂരിയും സാൻഡ്വിച്ചും തയ്യാറാക്കാം. ഇതിന് ആദ്യം നമ്മൾക്ക് ഗ്രീൻ ചട്നി വേറൊരു രീതിയിൽ തയ്യാറാക്കാം. ഇതിന് മിക്സി ജാറിൽ ഒരു പിടി മല്ലിയില കഴുകിയത് ഇട്ട് കൊടുക്കുക. കൂടെ 2 പച്ചമുളക്, 2 തുണ്ട് ഇഞ്ചി, 2 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, ഒരു ചെറിയ പിടി തേങ്ങ, അരമുറി നാരങ്ങ പിഴിഞ്ഞത് എന്നിവ ചേർത്ത് മിക്സിയിൽ നൈസായി അരയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി തയ്യാറായി. ഇനി നമ്മൾക്ക്
ട്രൈ കളർ സാൻഡ്വിച്ച് തയ്യാറാക്കാം. ബ്രെഡ് എടുത്ത് സൈഡെല്ലാം മുറിച്ചു മാറ്റുക. ഇത് കളയേണ്ട. ഇത് ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കിയോ വെയിലത്ത് വെച്ച് ഉണക്കിയതിനു ശേഷം നല്ലപോലെ പൊടിച്ചെടുത്താൽ സൂപ്പർ ബ്രെഡ് ക്രംസായി ഉപയോഗിക്കാം. ഇത് കട്ട്ലറ്റ്, പലതരം പലഹാരങ്ങൾ എന്നിവയ്ക്ക് കോട്ട് ചെയ്യാനായി ഉപയോഗിക്കാം. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് അരച്ച മല്ലിയില ചട്നി തേക്കുക. അതിനു മുകളിൽ ഒരു ബ്രെഡ് വെച്ച് മുകളിൽ ചീസ് സ്ലൈസ് വയ്ക്കുക. വീണ്ടും ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് മുകളിൽ ടൊമാറ്റോ സോസ് പുരട്ടുക. വീണ്ടും മുകളിൽ സൈഡെല്ലാം കട്ട് ചെയ്ത ബ്രെഡ് വയ്ക്കുക. ഇനി ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ച് സെർവ് ചെയ്യാം. ഇത് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സായും ഡിന്നറായുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. അടുത്തതായി നമ്മൾക്ക് പൂരിക്കും ചപ്പാത്തിക്കും മാവ് കുഴച്ചെടുക്കാം. ഒരേ മാവിൽ തന്നെയാണ് ഇന്ന് ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുന്നത്. പച്ച കളറിലുള്ള ഡോവിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് പാലക് ചുടുവെള്ളത്തിലിട്ട് ബ്ലാഞ്ച് ചെയ്തെടുത്ത് അരച്ചതാണ്. കളർ നല്ല പച്ച കളർ കിട്ടാൻ 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അരച്ച പാലക് ചീര മിശ്രിതം ഒരു ബൗളിലേക്ക് ഒഴിക്കുക. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഗോതമ്പ് മാവ് 1 കപ്പ് ഇട്ട് കുഴയ്ക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുഴച്ച മാവിലേക്ക് ലേശം എണ്ണയൊഴിച്ച് ഒന്നുകൂടി സോഫ്റ്റായി കുഴച്ച് 30 മിനിറ്റ് വയ്ക്കുക. പച്ച കളറിലുള്ള ഡോ റെഡി. പീതവർണ്ണത്തിനായി നമ്മൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അരയ്ക്കുക. അരച്ച മിശ്രിതം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയിട്ട് നല്ല പോലെ സോഫ്റ്റായി കുഴയ്ക്കുക. മുകളിൽ കുറച്ച് എണ്ണയൊഴിച്ച് കുഴച്ച് മൂടി 30 മിനിറ്റ് വയ്ക്കുക. വെള്ള കളറിനുള്ള ഡോവിന് വേണ്ടി ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളവും 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് കലക്കി അതിലേക്ക് 1 കപ്പ് മൈദാമാവ് ചേർത്ത് കുഴയ്ക്കുക. മൈദാമാവിന് പകരം ഗോതമ്പ് മാവിലും ഇത് തയ്യാറാക്കാം. അതും അടച്ച് 30 മിനിറ്റ് വയ്ക്കുക. ഇനി ചപ്പാത്തിക്കും പൂരിക്കും പച്ചയും വെള്ളയും ചുവപ്പും ചേർന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് തയ്യാറാക്കാം. ഈ സിമ്പിൾ തക്കാളി മസാല യാത്രാവേളകൾക്ക് പറ്റിയ ഒരു നല്ല വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ മല്ലിയില, സവാള, തക്കാളി എന്നിവയാണ്. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ എണ്ണ ചേർക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൂത്ത് മണം വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞു വെച്ച 2 സവാള ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റുക. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് വാടി വരും. ഗ്യാസ് സിമ്മിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടെ ഇത് ഇളക്കി കൊടുക്കണം. സവാള ലൈറ്റ് ബ്രൗൺ നിറമായാൽ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റി മൂടി വെച്ച് 5 മിനിറ്റ് സിമ്മിൽ വേവിക്കുക. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. സാദാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർക്കുക. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും. നല്ല റെഡ് കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക. മസാലകളുടെ പച്ചമണം മാറണം. മൂടി വെച്ച് 1 മിനിറ്റ് വേവിക്കുക. ഇനി വളരെ കുറച്ച് വെള്ളം അല്പാൽപമായി ചേർക്കുക. കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് കട്ടിയിൽ കുഴഞ്ഞ രൂപത്തിലാണ് തക്കാളിക്കറി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില തൂവി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല സ്വാദുള്ള വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ടേസ്റ്റി തക്കാളിക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ആദ്യം മൈദാമാവിൽ നിന്നും ഒരു ഉരുള മാവെടുത്ത് ഇങ്ങനെ നീളത്തിൽ ഷേപ്പാക്കി വെക്കുക. അതുപോലെ പാലക് ചീരയിൽ കുഴച്ച മാവും ക്യാരറ്റ് ചേർത്ത മാവും ഇതുപോലെ തന്നെ ഉരുട്ടി സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി 2 സൈഡും അടുപ്പിച്ച് വയ്ക്കുക. ഒന്നിനോടൊന്ന് ഒട്ടിയിരിക്കണം. ഇനി ഇതിങ്ങനെ മുറിച്ച് വയ്ക്കുക. ഓരോ പീസും ചപ്പാത്തി പോലെ പരത്തുക. കുറച്ചുകൂടി ഭംഗിയാക്കാൻ റെക്റ്റാങ്കുലർ ഷേപ്പിൽ സൈഡുകൾ വെട്ടിമാറ്റുക. അടുത്ത മെത്തേഡ് നടുക്ക് ക്യാരറ്റ് മാവ് ഉരുട്ടി വയ്ക്കുക. അതിൻ്റെ അടുത്ത ലെയറായി വട്ടത്തിൽ മൈദാമാവ് ഇങ്ങനെ വയ്ക്കുക. ഔട്ടർ ലെയറിൽ പാലക് ചീര മാവ് നീളത്തിലാക്കി വട്ടത്തിൽ ചുരുട്ടി വയ്ക്കുക. ഇനി ഇതെല്ലാം കൂടി പരത്തുക. 3 ലെയറും പ്രത്യേകം കാണുന്ന രീതിയിൽ നൈസായി പരത്തുക. ഇനി അടുത്തതായി ഓരോ തരം മാവും സെപ്പറേറ്റായി പരത്തി ഭംഗിക്ക് വേണ്ടി ഒരു പാത്രം വെച്ച് അമർത്തി വട്ടത്തിൽ മുറിക്കുക.
ഇത് പൂരിക്ക് വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയ സെയിം മെത്തേഡിൽ വട്ടത്തിൽ പരത്തുക. ഇനി പൂരിക്ക് പരത്തിയ പോലെ ഓരോ മാവും ഓരോന്നായി കുറച്ചുകൂടി വലുതാക്കി പരത്തി വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ 3 നിറത്തിലും ചപ്പാത്തി പരത്തി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കും വട്ടത്തിലും റെക്റ്റാങ്കുലറിലും മാവ് പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ ആദ്യം പച്ച കളറിലുള്ള ചപ്പാത്തി സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ ചുടുക. നെയ്യോ എണ്ണയോ തൂവിക്കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. എണ്ണയും നെയ്യും ഒട്ടും ചേർക്കാതെയും ഇത് ചുട്ടെടുക്കാം. അടുത്തതായി മൈദാമാവിൽ തയ്യാറാക്കിയ ചപ്പാത്തി ചുട്ടെടുക്കാം. മൂന്നാമതായി ക്യാരറ്റ് ചേർത്ത ചപ്പാത്തിയും ചുടുക. ചപ്പാത്തി ചുടുമ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുടുക. എന്നാലേ സോഫ്റ്റായി നല്ലപോലെ പൊങ്ങി വരികയുള്ളൂ. സിമ്മിൽ വെച്ച് ചുട്ടാൽ പപ്പടം പോലെയാകും ചപ്പാത്തി. ഇനി ഇതേപോലെ 3 കളറും ഒന്നിച്ച് ചേർന്ന ചപ്പാത്തിയും ചുട്ടെടുക്കാം. സൈസും ഷേപ്പും നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അടുത്തതായി വട്ടത്തിൽ പരത്തിയ 3 കളറും അടങ്ങിയ ചപ്പാത്തി കൂടി ചുട്ടെടുക്കുക. ക്യാരറ്റിൻ്റെയും പാലക് ചീരയുടെയും കളർ എടുത്തറിയിക്കാനാണ് നടുക്ക് മൈദാമാവ് കൊണ്ട് മാവ് തയ്യാറാക്കിയത്. അങ്ങനെ വിവിധ തരത്തിലും ഷേപ്പിലും തയ്യാറാക്കിയ ചപ്പാത്തിയെല്ലാം ചുട്ടുകഴിഞ്ഞു. ഇനി അടുത്തതായി നമ്മൾക്ക് പൂരി വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. ആപ്പച്ചട്ടിയിലാണ് എണ്ണ ഒഴിക്കുന്നത്. ആപ്പച്ചട്ടിയിലാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. കൂടാതെ വായുവട്ടമുള്ളത് കൊണ്ട് തന്നെ വറുത്തെടുക്കാനും സൗകര്യപ്രദമാണ്. ഞാൻ കടലെണ്ണയിലാണ് പൂരി വറുക്കുന്നത്, അതും മന്ത്ര കടലെണ്ണയിൽ. എണ്ണ പതഞ്ഞു പൊങ്ങാതിരിക്കാൻ സാധാരണ ചേർക്കാറുള്ളതുപോലെ ഒരു തുണ്ട് പുളി കൂടി ചേർക്കുന്നുണ്ട്. ഇനി പൂരിയിൽ എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാൻ എണ്ണയിൽ 2 നുള്ള് ഉപ്പ് ചേർക്കുക. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം പരത്തിവെച്ച പല കളറിലുള്ള പൂരിയും എണ്ണയിലേക്ക് സാവകാശം ഓരോന്നായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തവി കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ പൂരി നല്ലപോലെ പൊങ്ങി വരും. നൈസായി പൂരി പരത്തിയാൽ ഒട്ടും തന്നെ പൊങ്ങി വരില്ല. കുറച്ച് കട്ടിയിൽ പൂരി പരത്തണം. ഇങ്ങനെ എല്ലാ പൂരിയും വറുത്തെടുക്കുക. ഒട്ടും എണ്ണ കുടിക്കാത്ത സൂപ്പർ സ്വാദിലുള്ള പൂരി തയ്യാർ. ആർട്ടിഫിഷ്യൽ കളർ ഒട്ടും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള, അതിനേക്കാൾ പോഷകമൂല്യം കൂടുതലുള്ള പച്ചക്കറികൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ സംശുദ്ധവും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതുമായ നല്ല സ്വാദുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യസ്നേഹം നമ്മൾക്ക് പ്രകടിപ്പിക്കാം. ഓരോ ഭാരതീയൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ് ദേശസ്നേഹവും രാജ്യസ്നേഹവും. ഭാരതീയനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, പ്രത്യേകിച്ചും ഭാരതത്തിൽ പിറന്നതിൽ. കുട്ടികൾക്ക് മാതൃകയാവണം നമ്മൾ. അവരാണല്ലോ നാളത്തെ തലമുറയെ നയിക്കേണ്ടവർ. നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുക. അത് രാജ്യത്തിനൊരു മുതൽക്കൂട്ടാവും. ഒരുപാട് വിഭവങ്ങൾ ഇനിയും ഉണ്ടാക്കാമായിരുന്നു. വീഡിയോ ലെങ്തായി പോകുമല്ലോ എന്ന് കരുതി വളരെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ വിഭവങ്ങൾ ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.